ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മഷ്റൂം മസാല റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. മഷ്റൂം മസാല ഉണ്ടാക്കാനായിട്ട് 200 ഗ്രാം കൂണാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഒരു സവോള അതും ചെറുതാക്കി അരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. സവോളയ്ക്ക് നല്ലോണം വാടി കിട്ടണം, അതുവരെ വഴറ്റാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. തക്കാളിയും ഇതൊന്ന് വെന്ത് കിട്ടണം, എന്നിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. തക്കാളി വെന്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് വഴറ്റാം. ഈ മസാലപ്പൊടികളിലെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച കൂണ് ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ ഒട്ടും വെള്ളം ചേർക്കണില്ല. കൂണൊന്ന് വാടുമ്പോൾ തന്നെ അതിന് വെള്ളം ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. നല്ലോണം മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കണം. 5-6 മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കാം. കൂണിൽ തന്നെ വെള്ളം അങ്ങനെ ഇറങ്ങി വന്ന് തുടങ്ങി ഇപ്പം തന്നെ. ഇനി ഇതൊന്ന് വേവട്ടെ. തുറന്ന് നോക്കാം. കുറച്ച് സമയത്തിന് ശേഷം മഷ്റൂമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലയും അല്പം മല്ലിയിലയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ടും ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇനി ഇത് സെർവ് ചെയ്യുന്ന ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.